നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് സേനാപതിയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ സേനാപതിയുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സേനാപതിയുടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്ഥലമുണ്ട്, അതിനോട് ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ ചേർത്ത് പറയേണ്ട ഒരു സ്ഥലം പള്ളിക്കുന്ന് അഥവാ തൊട്ടിക്കാനം എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ശാന്തമ്പാറ സേനാപതി റൂട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും വളവും തിരിവും ഒക്കെ ഉള്ള നല്ലൊരു വഴിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ കയറി പോകുന്ന പള്ളിക്കുന്ന് എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊട്ടിക്കാനം എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് തിരിയുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ കുരിശ് കാണാം. ആ കുരിശൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് വീടുകൾ നമുക്ക് നമ്മൾ ആദ്യം കണ്ട കുരിശില്ലേ, ആ കുരിശിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരിക്കുന്ന സേനാപതിയിലെ സേനാപതിയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളിക്കുന്ന് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. പള്ളിക്കുന്ന് അഥവാ തൊട്ടിക്കാനം എന്നാണ് ഇതിൻ്റെ പഴയ പേരെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഒരു സ്കൂള് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ് ഇടുക്കി ചിലീസ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. സേനാപതി ശാന്തമ്പാറ റൂട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ മനോഹരമായിരിക്കുന്ന ഒരു പള്ളി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ ആ പള്ളിയോട് ചേർന്ന് തന്നെ നമുക്ക് മനോഹരമായ ഒരു സ്കൂൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് UP സ്കൂളാണ് കേട്ടോ. MGM UP സ്കൂൾ തൊട്ടിക്കാനം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. എന്താണെങ്കിലും നെടുങ്കണ്ട ഉപജില്ലയുടെ ഒരു സ്കൂളാണ് ഇത് കേട്ടോ. അപ്പം ഈ സ്കൂളിൻ്റെ ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ പള്ളിയുള്ളത്. നമുക്കത് കണ്ടിട്ട് നമുക്ക് പള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് കടക്കാം അല്ലേ. നമ്മൾ ഈ കാണുന്ന പള്ളി സെൻറ്റ് ജോർജ് യാക്കോബറ്റ് സുറിയറി ചർച്ചാണ് കേട്ടോ. അപ്പോൾ മനോഹരമായിരിക്കുന്ന ആംബിയൻസിൽ ദേ വഴി സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ വഴി ഇങ്ങനെ മുമ്പോട്ട് പോയിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇത് അങ്ങേറ്റത്ത് ഒരു മല നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഒരു അമ്പലമുണ്ട്, മണിതൂക്കാമേട് എന്ന് പറയുന്ന സ്ഥലമാണ് അത് കേട്ടോ. പള്ളിക്കുന്നിലെ സെൻറ്റ് ജോർജ് യാക്കോബറ്റ് ചർച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ശരിക്കും പള്ളിക്കുന്ന് ഗ്രാമം കാണാൻ വേണ്ടിയാണ്. ഇവിടെ രണ്ടായിട്ട് വഴി തിരികെയാണ്. ഇടത്തോട്ട് പോകുന്നത് പള്ളിക്കുന്നിലേക്കും വലത്തോട്ട് പോകുന്നത് സേനാപതിക്കുമാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തില്ലേ, ആ ഒരു സ്ഥലത്തേക്കാണ്. എന്താണെങ്കിലും ഈ പള്ളിക്കുന്ന് ഗ്രാമം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രാമമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാലും വളരെ ചെറിയൊരു ഗ്രാമമാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പക്ഷേ നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ തന്നെ ഈ ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ധാരാളം കടകൾ, ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ മുമ്പ് കണ്ടിരിക്കുന്ന പള്ളി പണിതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പള്ളിയുടെ കാഴ്ചയാണ്, ഒരു പഴയ പള്ളിയുടെ കാഴ്ചയാണ്. അതിനോട് ചേർന്ന് തന്നെ വേറെ ഒരു ബിൽഡിങ്ങും ഉണ്ട് കേട്ടോ. എന്നാണ് ഇവിടെ 2 ജവാന്മാരിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്, മറി ശല്യം ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഗ്രാമങ്ങളെല്ലാം വൈകുന്നേരം ഇങ്ങനെ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്ന ഉള്ളൂ. പഴയ പേര് തൊട്ടിക്കാനെന്നാണ്. ഇപ്പോൾ പള്ളിക്കുന്നെന്ന് പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 പള്ളി അടുത്തടുത്ത് പള്ളികളുണ്ട്. അപ്പോൾ അന്നേരം കുറേ പേര് പള്ളിക്കുന്നാക്കി കുറേ അഡ്രസ്സ് തൊട്ടിക്കാനെന്ന് തന്നെയാണ്. പഴയ അഡ്രസ്സ് തൊട്ടിക്കാനെന്ന് തന്നെയാണ് അല്ലേ? തന്നെ. ഈ ഇവിടെ എത്ര വർഷമായി ആളുകൾ താമസിക്കാൻ? ഒരു 70 വർഷത്തിൽ മേളിലായിട്ടുണ്ട്. കുടിയേറ്റ മേഖലയാണ്. എനിക്കിപ്പോൾ 65 വയസ്സായി. അപ്പോൾ 70 അല്ല, 80 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഇവിടെ സ്കൂള് ആ മണ്ണ പഠിക്കുന്ന സ്കൂള് മാത്രമല്ലോ, വേറെ സ്കൂളുണ്ട്. പിന്നെ ഇവിടെ നല്ല ഈ സ്കൂൾ ഇതേ ഉള്ളൂ ഈ കവലക്കാണ്. ഇപ്പോൾ നിലവിൽ തോട്ടമേഖലയാണ് കംപ്ലീറ്റ് ഇവിടെ. നമ്മളിപ്പോൾ നിലവിൽ പള്ളിക്കുന്ന് ഗ്രാമത്തിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ നിന്ന് നേരെ പോകുന്ന വഴി ശരിക്കും ചെരിയാറ് വഴി ശാന്തമ്പാറയ്ക്കും. നമ്മൾ ആ കാറ് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുത്തടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോയിട്ട് കാറ്റൂതിമേട് കൂടി നേരെ നമ്മുടെ വട്ടപ്പാറ അതുപോലെ സേനാപതിയിലേക്കൊക്കെ ചെന്ന് കയറാൻ പറ്റും. അങ്ങേറ്റത്ത് ആ മലയുടെ ടോപ്പിൽ ഒരു അമ്പലമുണ്ട് കേട്ടോ, മണിതൂക്കാമേട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അത് അവിടെ നമുക്ക് പോകണം. മഴക്കാലത്താട്ടെ അടിപൊളി വ്യൂ ആയിരിക്കും. എന്താണെങ്കിലും ഈ
പള്ളിക്കുന്ന് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ഒരു അടിപൊളി കാഴ്ചകളാണ്. കാരണം ധാരാളം കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏലമേഖല ആയതുകൊണ്ട് തന്നെ സ്പൈസസിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഡ്രോൺ വിഷൻ ഒന്ന് കാണാം അല്ലേ. എന്താണെങ്കിലും ഈ ഗ്രാമത്തിൻ്റെ ഒരു അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും നമ്മൾ ആദ്യം കണ്ട പള്ളിയില്ലേ, ആ പള്ളിയോട് ചേർന്നുള്ള ഒരു മനോഹരമായ ഒരു ഗ്രാമം, അതാണ് പള്ളിക്കുന്ന്. കുറേ അധികം ആളുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ്. കുറച്ച് കടകളുണ്ട്, പിന്നെ പള്ളിയും ഒരു ചെറിയ സ്കൂളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മണിതൂക്കമ്മേട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുള്ള ഒരു കുന്നുമുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിക്കുന്ന് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ. അങ്ങനെ പള്ളിക്കുന്ന് ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടില്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ പുത്തടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തമിഴ് ഗ്രാമമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഇവിടെ വരാം കേട്ടോ. കുറേ വർഷം, ഏതാണ്ട് ഒരു 4-5 വർഷം മുമ്പ് ഇവിടെ നീലക്കുറിഞ്ഞൊക്കെ പൂത്ത കുറേ മേടൊക്കെ ഉണ്ട്. അടിപൊളിയായിരിക്കും. നമുക്ക് അങ്ങോട്ട് യാത്ര കൊണ്ട് തിരിക്കാം അല്ലേ. ഈ കാണുന്ന വഴി ചെരിയാറ് കൂടി ശാന്തമ്പാറയ്ക്ക് പോകാൻ പറ്റും. നമുക്ക് ഇതുവഴിയാണ് നമുക്ക് യാത്ര ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഒരു 4-5 വർഷം മുമ്പ് നീലക്കുറിഞ്ഞൊക്കെ പൂത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പുത്തടി എന്ന് പറയുന്ന സ്ഥലമേ. നിങ്ങൾ ഓർക്കണ്ടോ, കിഴക്കാതിമല എന്നൊക്കെ പറഞ്ഞ കിഴക്കാതിമല അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അതിന് ശേഷം പൂത്ത ഒരു സ്ഥലമാണ് ഈ എന്താ പറയണേ പുത്തടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ പുത്തടി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാൻ പോകാം അല്ലേ. നമ്മളീ പോകുന്ന വഴിക്ക് കുഞ്ഞ് കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ അങ്ങനെ പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പുത്തടി എന്ന് പറയണേ. അത് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല താനും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം പള്ളിക്കുന്നും പുത്തടിയും ഒന്നിച്ച് ചെയ്യാമെന്ന് വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആവണക്കഞ്ചാലും സേനാപതികളെ നമ്മൾ ഒന്നിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് പുത്തടി ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. പുത്തടിക്ക് പോകുന്ന മേഖലയൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ശരിക്കും ഏല മേഖല ആയതുകൊണ്ട് തന്നെ ഏലത്തിൻ്റെ ബിസിനസ്സും ഏല കൃഷികളും ഒക്കെ നടക്കുന്ന മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ജനവാസ മേഖലയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങൾ കേട്ടോ. എന്തൊരു ബ്യൂട്ടി എന്ന് നോക്കിയേ. ശരിക്കും ഇതൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇടുക്കിയിലെ. പെട്ടെന്ന് വന്ന ആർക്കും അങ്ങനെ കയറാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമല്ല. മഴക്കാലത്താണെങ്കിൽ ഇവിടെയൊക്കെ വേറെ വൈബാണ് കേട്ടോ. ഫുള്ള് കോടമഞ്ഞൊക്കെ ആയിരിക്കും. പക്ഷെ മഴക്കാലങ്ങളിൽ ഇവിടെ ഓടിയെത്താൻ പാടുവാണ്. ഇവിടെ നമുക്കൊരു പാലം കാണാം പുത്തടിയിലേക്കുള്ള യാത്രയിൽ. ഈ പാലവും കടന്നിട്ട് വേണം ഇനി പുത്തടി മല നമുക്ക് കയറാൻ വേണ്ടി. ഈ വഴി ചേരിയാറ് ശാന്തമ്പാറയ്ക്കും ഈ വഴി നേരെ ശാന്തമ്പാറ നെടുങ്കണ്ടം റൂട്ടിലേക്കും ചെന്ന് ചാടും. അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടോ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്. അതിനോട് ചേർന്ന് ചെറിയ കടകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കുഞ്ഞ് ചായക്കട ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ആ ഒരു സൈഡിൽ അത്യാവശ്യം വലിയൊരു കട. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വലിയൊരു മരവും ഇവിടെ എന്തൊക്കെയോ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങാണ്. ഒരൊറ്റ ബിൽഡിങ് നെടുനീളത്തിലിരിക്കുന്നു. പള്ളിക്കുന്ന് വന്ന വഴി ഇതാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഈ ഒരു ബിൽഡിങ് കേട്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഗംഭീരമായ ഒരു കാഴ്ച എന്നൊന്നും പറയാൻ പറ്റില്ല.
ഇടുക്കിയിൽ ഇങ്ങനെയും ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇതോടൊപ്പം ഈ പള്ളിക്കുന്ന് ഗ്രാമത്തോടൊപ്പം ഈ വീഡിയോ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരാണോ? പേരെന്നാ? പേര് രാജ. പേര്? അയ്യപ്പൻ. ചേട്ടൻ പറ. ഇവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാവും? ഇവിടെ 500 കുടുംബത്തിന് മുകളിലുണ്ട്. 500 കുടുംബങ്ങൾ മേലുണ്ട്. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ? ഞങ്ങൾ വന്നിട്ട് 60 60 തോട്ടം മേഖലയായിട്ട് ബന്ധപ്പെട്ടാണോ ഇവിടെ? ഞങ്ങൾ മുതലാ നേരത്തെ തോട്ടം പണിക്ക് വന്നതാണ്. സ്വന്തം നാട്? എല്ലാവരും ഏത് നാട്ടിൽ നിന്ന് തന്നെ? തമിഴ്നാട് തേവാറെടുത്ത്. അങ്ങനെ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വഴിക്കൂടെ നമ്മൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ശരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പ് നീലക്കുറിഞ്ഞൊക്കെ പൂത്തിരിക്കുന്ന ഒരു മേടുണ്ട് കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ശരിക്കും ഒരു ധാരാളം വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു വീടൊക്കെ കണ്ടെന്ന് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ നമുക്കൊരു കുറച്ച് ഇടവഴിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നീലക്കുറിഞ്ഞ് പൂത്തത്. മാത്രമല്ല ഇവിടെ ഒരു പാറക്കുറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ കൂടി ആസ്വദിക്കാം അല്ലേ. ഇപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലാണ് ഏതാണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നീലക്കുറിഞ്ഞ് പൂത്തത്. പക്ഷേ ഇപ്പം ഇവിടെ നീലക്കുറിഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, എവിടെ പോയെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ഉണ്ടല്ലോ, ഇവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ പോയിൻ്റ് കാഴ്ചകൾ. തൊട്ടപ്പുറം തന്നെ ഒരു പാറക്കുറി ഉണ്ട് കേട്ടോ. അതൊരു ഗംഭീര കാഴ്ചയാണ്. അപ്പോൾ അതൊന്ന് കാണാം കേട്ടോ. ആ മലനിരകളുടെ ഒരു ഭംഗിയുണ്ട്, എന്ത് രസം നോക്കിയേ. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഏതോ സ്പോട്ടെന്ന് പോലും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് പോകാൻ പറ്റിയാൽ ഒരിക്കലും അവിടെ നമുക്ക് കയറി പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നാലുള്ള ബ്യൂട്ടി. ഈ കോറി എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. നമുക്കൊന്ന് പോയി കാണാം. ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ പുത്തടിയുടെയും പള്ളിക്കുന്നിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് വീണ്ടും പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ ഇനിയും ഇടുക്കിയിലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോയും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.